യുദ്ധയിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. അവരാരും കാണാൻ പാടില്ല, അവർക്ക് അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇളവുള്ളത്, എന്തൊക്കെയാണ് അനുവദനീയമുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുക. യുദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കാത്തിരിക്കുക എന്നതാണ്. പുനർവിവാഹം ചെയ്യാതെ ഒരു നിശ്ചിത പീരീഡ് കാത്തിരിക്കുക എന്നതാണ് യുദ്ധ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ യുദ്ധകാലത്ത് ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീ യുദ്ധകാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഭരണങ്ങൾ, സുഗന്ധങ്ങൾ, വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ, സൗന്ദര്യ പ്രകടിപ്പിക്കുന്ന ഉടയാടകൾ, ഇങ്ങനത്തൊന്നും യുദ്ധകാലത്ത് ഭർത്താവ് മരിച്ച സ്ത്രീ ഉപയോഗിക്കാൻ പാടില്ല. അവൾക്ക് ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാനും പാടില്ല. എന്നുവെച്ചാൽ ഡോക്ടറെ കാണിക്കാൻ പോകാം, രോഗിയെ സന്ദർശിക്കാൻ പോകാൻ പറ്റില്ല. രോഗിയെ സന്ദർശിക്കാൻ പറ്റില്ല. ഡോക്ടറെ കാണാൻ പോകാം, രോഗ സന്ദർശനത്തിന് പോകാൻ പറ്റില്ല. ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണെങ്കിൽ ജോലിക്ക് പോകാം. ഒരു അധ്യാപിക എന്ന് വിചാരിക്കുക, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകാം. എന്നാൽ വീട്ടിൽ കൂടലിനോ ഗൃഹപ്രവേശം, കല്യാണം, ജമാഅത്ത് ഇതിനൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ പുറത്ത് പോകാൻ പാടില്ല. ഇനി പകലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു പ്രയാസം തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പകൽ വേളകളിൽ അയൽവക്കത്തോ ഇനി അങ്ങനെ പോയി അവിടെ അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാം. രാത്രിയാകുമ്പം ഭർത്താവ് മരിച്ച വീട്ടിലേക്ക് തന്നെ വന്ന് രാത്രി അവിടെ ഉറങ്ങണം. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തനിച്ചാണ്, കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അവർക്ക് എന്ത് ചെയ്യാം, സുരക്ഷിതത്വം പരിഗണിച്ച് സുരക്ഷിതമായ ഭാഗത്തേക്ക് പോകാം. അടച്ചിട്ട റൂമിലിരിക്കണം, വെള്ള വസ്ത്രം അല്ലെങ്കിൽ കറുപ്പ് വസ്ത്രം അണിയണം, മനുഷ്യന്മാരായിട്ട് സംസാരിക്കാൻ പറ്റൂല, മുറ്റത്തിറങ്ങാൻ പറ്റൂല, ഇവരെ വേറെ ആരും കാണാൻ പറ്റൂല എന്ന് തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല. ഒരു മദ്ഹബിലും അങ്ങനെ പറയണമില്ല. ഇപ്പം ചില സ്ഥലത്ത് ഉദാഹരണമായിട്ട് ഒരു അധ്യാപിക സംഭവിച്ചതാണ്. ഒരു അധ്യാപികയുടെ ഭർത്താവ് മരിച്ചു. കൂടെയുള്ള സ്റ്റാഫൊക്കെ കാണാൻ വന്നു. ഇതിനെ സമാശ്വസിപ്പിക്കാനല്ലേ വരുന്നത്. ആ കൂട്ടത്തിൽ അതൊന്നും പറ്റൂല അറിഞ്ഞു, അതൊന്നും പാടില്ല, അത് മറക്കിരിക്കുക എന്നാ പറയുക. മറക്കിരിക്കുക എന്ന് മറക്കിരിക്കുക അങ്ങനത്തെ നിയമമൊന്നുമില്ല. ഈ യുദ്ധകാലത്തല്ലാത്തപ്പോൾ അന്യരുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണോ അതേ ഉള്ളൂ. യുദ്ധകാലത്തുള്ളൂ.